ഡിയർ ചിൽഡ്രൻ, അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 4 ഇൻട്രൊഡക്ഷൻ ക്ലാസ്സുകളിൽ നിന്നും ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റിന്റെ ബേസിക്സ് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗത്തേക്ക് പോകാം. ഇന്ന് നമുക്ക് ഇതിന്റെ തിയറി പാർട്ട് ചെറുതായൊന്ന് ഡിസ്കസ് ചെയ്ത് ടെക്സ്റ്റിലേക്ക് മാർക്ക് ചെയ്യാം. ഈ ചാപ്റ്ററിന്റെ യൂണിറ്റ് വെയിറ്റിംഗ് സ്കോർ എന്ന് പറയുന്നത് 6 ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ഇനി business organization keep a record of their cash and bank transactions in a cash book. അപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനം അവരുടെ പണമിടപാടുകളും ബാങ്ക് ഇടപാടുകളും രേഖപ്പെടുത്തുന്ന ബുക്കാണല്ലോ ക്യാഷ് ബുക്ക്. എ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് or a bank passbook is a copy of a bank account as shown by the bank records. ബാങ്ക് പാസ്ബുക്ക് എന്നത് ബാങ്ക് അധികാരികൾ നൽകുന്ന നമ്മുടെ അക്കൗണ്ട് സംബന്ധമായ ഇടപാടുകളുടെ ഒരു പകർപ്പാണ് പാസ്ബുക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദ എമൗണ്ട് ഓഫ് ബാലൻസ് ഷോൺ ഇൻ ദി പാസ്ബുക്ക് ഓർ ദി ബാങ്ക് സ്റ്റേറ്റ്മെന്റ് മസ്റ്റ് ടാലി വിത്ത് ദ ബാലൻസസ് ആസ് ഷോൺ ഇൻ ദ ക്യാഷ് ബുക്ക്, ബട്ട് ഇൻ പ്രാക്ടീസ് ദീസ് ആർ യൂഷ്വലി ഫൗണ്ട് ടു ബി ഡിഫറെൻറ്റ്. ഒരു ബാങ്ക് പാസ്ബുക്കിന്റെ ബാലൻസും ക്യാഷ് ബുക്കിന്റെ ബാലൻസും യഥാർത്ഥത്തിൽ തുല്യമായിരിക്കണം. എന്നാൽ പ്രായോഗികമായി ഈ 2 ബാലൻസുകളും വ്യത്യസ്തമായിട്ടാണ് കാണപ്പെടുന്നത്. ഇനി നീഡ് ഫോർ റിക്കൺസിലിയേഷൻ, പൊരുത്തപ്പെടലിന്റെ ആവശ്യകത. ഇറ്റ് ഈസ് ജനറലി എക്സ്പീരിയൻസ്ഡ് ദാറ്റ് when a comparison is made between the bank balance as shown in the firm's cash book, the two balances do not tally. പലപ്പോഴും ബാങ്ക് പാസ്ബുക്കും ക്യാഷ് ബുക്കും താരതമ്യം ചെയ്യുമ്പോൾ ഇവയുടെ ബാലൻസുകൾ ഒരേപോലെ കാണപ്പെടാറില്ല. Hence, we have to first ascertain the causes of difference thereof and then reflect them in a statement called bank reconciliation statement to reconcile or tally the two balances. അതുകൊണ്ട് ഒരു നിശ്ചിത ദിവസം ക്യാഷ് ബുക്കിലും പാസ്ബുക്കിലും വ്യത്യാസമുണ്ടാകാൻ ഇടയാക്കിയ ഇടപാടുകൾ ഏതൊക്കെയാണെന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന പട്ടികയാണ് ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് അഥവാ ബാങ്ക് അനുരഞ്ജന പട്ടിക എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ മീനിങ് ഒന്ന് നോക്കാം. ഈ മാർക്ക് ചെയ്തിരിക്കുന്നതെല്ലാം നിങ്ങളുടെ ടെക്സ്റ്റിലേക്ക് മാർക്ക് ചെയ്യണം. മീനിങ്, ഈ കിടക്കുന്ന മീനിങ് നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതിയെടുക്കണം. എ ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ബൈ ദി കസ്റ്റമർ ഓഫ് എ ബാങ്ക് ഷോയിങ് ദി കോസസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബാലൻസസ് ഇൻ ദ പാസ്ബുക്ക് ആൻഡ് ദാറ്റ് ഓഫ് ദി ക്യാഷ് ബുക്ക് ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ്. ഇപ്പോൾ ഒരു ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് തയ്യാറാക്കുന്ന ആരാണ്? കസ്റ്റമർ ഓഫ് എ ബാങ്ക് ആണ് അല്ലേ, അതായത് ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. എന്തിനു വേണ്ടിയാണ് തയ്യാറാക്കുന്നത്? എന്ത് കാണിക്കുന്നതിനാണ്? ഷോയിങ് ദി കോസസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബാലൻസസ് ഇൻ ദ പാസ്ബുക്ക് ആൻഡ് ദാറ്റ് ഓഫ് ദി ക്യാഷ് ബുക്ക്. ഒരു പർട്ടിക്കുലർ ഡേറ്റ് വരെ, ഒരു നിശ്ചിത ഡേറ്റ് വരെയുള്ള ക്യാഷ് ബുക്കിന്റെ ബാലൻസിന്റെയും പാസ്ബുക്കിന്റെ ബാലൻസിന്റെയും വ്യത്യാസങ്ങളുടെ കാരണങ്ങൾ കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത് ഈ ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു ബ്രിങ് ദ ക്യാഷ് ബുക്ക് ബാലൻസ് ഇൻ എഗ്രിമെന്റ് വിത്ത് ദി പാസ്ബുക്ക് ബാലൻസ്. ഇത് ക്യാഷ് ബുക്ക് ബാലൻസിനെ പാസ്ബുക്ക് ബാലൻസുമായിട്ട് ടാലി ആക്കുന്നതിന് അല്ലെങ്കിൽ തുല്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത്. ഈ എക്സ്പ്ലനേഷൻ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കണം. ബാങ്ക് റിക്കൺസിലിയേഷന്റെ മീനിങ് ആയിട്ട് എഴുതേണ്ടതാണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഇനി നമ്മൾ ഇതിൻ്റെ ഫോർമാറ്റൊക്കെ നേരത്തെ ഒന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഈ 2 എമൗണ്ട് കോളമുള്ള, അതായത് പ്ലസ് എമൗണ്ടും മൈനസ് എമൗണ്ടും ഉള്ള ടേബിൾ ഫോമിലുള്ള ഫോർമാറ്റ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കോസസ് ഓഫ് ഡിഫറൻസ് ആണ്. അതായത് ബാങ്ക് പാസ്ബുക്കും ബിസിനസ് ഓർഗനൈസേഷൻ്റെ ക്യാഷ് ബുക്കിൻ്റെ ബാലൻസുകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങളാണ് ഈ ഹെഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. മെയിനായിട്ടും 2 കോസസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന്
ടൈമിംഗ് ഡിഫറൻസസ് ഓൺ റെക്കോർഡിംഗ് ഓഫ് ദി ട്രാൻസാക്ഷൻസ്. ഇടപാടുകൾ രേഖപ്പെടുത്തുന്നതിലെ സമയ ഭിന്നത കൊണ്ടുണ്ടാകുന്ന വ്യത്യാസം. അതുപോലെ തന്നെ എറേഴ്സ് മെയ്ഡ് ബൈ ദി ബിസിനസ് ഓർ ബൈ ദി ബാങ്ക്. ബിസിനസിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ബാങ്കിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്ന തെറ്റുകൾ മൂലം ഉണ്ടാകുന്ന വ്യത്യാസം. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് പാസ്ബുക്ക് ബാലൻസും ക്യാഷ് ബുക്ക് ബാലൻസും തമ്മിൽ ടാലി ആകാതെ വരുന്നത്. ഇത് എക്സാമിന് ഒരു കൂടിയ മാർക്കിന്റെ രീതിയിൽ വരെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ ചോദിക്കാം. അപ്പം അതുകൊണ്ട് കാരണങ്ങൾ ഈ ഹെഡിങ്ങുകൾ പഠിച്ചാൽ നമുക്ക് സ്വയം എഴുതാവുന്നതേ ഉള്ളൂ. ഓരോന്നും നമ്മുടെ ക്യാഷ് ബുക്കിനെയും പാസ്ബുക്കിനെയും എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മതി. കഴിഞ്ഞ വീഡിയോ ക്ലാസ്സുകളിൽ നിന്ന് അതെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി കാണുമല്ലോ. അപ്പം ഇതിൻ്റെ അകത്ത് ഞാൻ ഒത്തിരി വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല, അത്യാവശ്യം കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇനി ആർക്കെങ്കിലും ഇത് പറയുമ്പോൾ മനസ്സിലാകാത്തതുണ്ടെങ്കിൽ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഒന്നുകൂടി നിങ്ങൾ കേൾക്കണം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ടൈമിംഗ് ഡിഫറൻസസ്, അതായത് സമയ ഭിന്നത കൊണ്ട് ഉണ്ടാകുന്നത്. അതായത് പാസ്ബുക്കും ക്യാഷ് ബുക്കും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ചില വ്യത്യാസങ്ങൾ കാണാനിടയുണ്ട്. അതായത് ഈ പണം നിക്ഷേപിക്കുന്നതും പിൻവലിക്കുന്നതും രേഖപ്പെടുത്തുന്നതും തമ്മിലുള്ള വ്യത്യാസം കൊണ്ടാണ്, ആ രേഖപ്പെടുത്തുന്ന സമയങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഡിഫറൻസ് ഉണ്ടാകുന്നത്. ഇനി പറയുന്ന ഡിഫറൻസുകൾ ഉണ്ടാകുന്നത്. അതിലൊന്ന്, ചെക്സ് ഇഷ്യൂഡ് ബട്ട് നോട്ട് യെറ്റ് പ്രസന്റഡ് ഫോർ പേയ്മെന്റ്. നൽകിയ ചെക്കുകളിൽ ബാങ്ക് സമർപ്പിക്കാത്തവ. അപ്പം അതായത് നമ്മൾ ബിസിനസ് സ്ഥാപനം ആർക്കെങ്കിലും ക്യാഷ് കൊടുക്കാനുണ്ട്, നമ്മൾ ക്യാഷ് കൊടുക്കുന്നതിന് പകരം ചെക്കാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ, അതായത് നമുക്ക് സാധനങ്ങൾ കടത്തി തന്നവർക്കാകാം, അല്ലെങ്കിൽ പണം വായ്പ തന്നിട്ടുള്ളവർക്കാകാം, ക്രെഡിറ്റേഴ്സിന് അല്ലേ, നമ്മൾ പൈസ കൊടുക്കാനുള്ളവർക്ക് ക്യാഷിന് പകരം ചെക്ക് കൊടുക്കുന്നു. അങ്ങനെ ബിസിനസ് ഓർഗനൈസേഷൻ അങ്ങനെ ഒരു ചെക്ക് കൊടുക്കുമ്പോൾ തന്നെ അത് ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തും. കാരണം നമ്മളല്ലേ കൊടുത്തത്, അപ്പം തന്നെ നമ്മളത് നമ്മുടെ ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തും. അപ്പോൾ ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ് അത്രയും തുകയ്ക്ക് എന്ത് ചെയ്യും? കുറയും അല്ലേ. പക്ഷേ ഈ വിവരം ബാങ്ക് അറിയുന്നുണ്ടോ? ഇല്ല. അതായത് നമ്മൾ ചെക്ക് കൊടുത്ത വ്യക്തി ബാങ്കിൽ ആ ചെക്ക് പ്രസന്റ് ചെയ്യുമ്പോൾ മാത്രമേ ബാങ്കുകാർ ആ വിവരം അറിയുന്നുള്ളൂ. അപ്പോഴത് പ്രസന്റ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ആ ക്യാഷ് കുറയുകയുള്ളൂ. അപ്പം നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്ത ഡേറ്റും ചെക്ക് കിട്ടിയ വ്യക്തി ബാങ്കിൽ കൊണ്ടുപോയി പ്രസന്റ് ചെയ്യുന്ന ഡേറ്റും ആ വ്യത്യാസം, ആ സമയ വ്യത്യാസം, ആ ഒരു ടൈം ഗ്യാപ്പിൽ ക്യാഷ് ബുക്കിൻ്റെ ബാലൻസും പാസ്ബുക്കിൻ്റെ ബാലൻസും വ്യത്യാസമായിരിക്കും അല്ലേ. അതായത് പാസ്ബുക്കിൻ്റെ ബാലൻസിനേക്കാൾ കുറവായിരിക്കും ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ്. ക്ലിയർ? നെക്സ്റ്റ്, ചെക്സ് പെയ്ഡ് ഇൻ ടു ദ ബാങ്ക് ബട്ട് നോട്ട് യെറ്റ് കളക്റ്റഡ്. നമുക്ക് ബിസിനസ് ഓർഗനൈസേഷന് ക്യാഷ് കിട്ടുന്നതിന് പകരം, അതായത് കസ്റ്റമേഴ്സോ അല്ലെങ്കിൽ ഡെറ്റേഴ്സോ, അതായത് ബിസിനസ് ഓർഗനൈസേഷനിലേക്ക് പൈസ തരാനുള്ളവർ, ക്യാഷ് തരാനുള്ളവർ ക്യാഷിന് പകരം ചെക്കായിട്ടാണ് തന്നത്. അപ്പോൾ ആ ചെക്ക് കിട്ടിയത് നമ്മൾ എന്ത് ചെയ്യും? നമ്മളത് ബാങ്കിൽ കൊടുക്കും അല്ലേ. പക്ഷേ എന്ത് ചെയ്തിട്ടില്ല? ബാങ്കിൽ നിന്ന് ആ പണം പിരിച്ചെടുത്തിട്ടില്ല. അതായത് ബാങ്കിൽ നിക്ഷേപിച്ച പിരിച്ചെടുക്കാത്ത ചെക്കുകൾ എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പം ചെക്കിലെ പണം കളക്ട് ചെയ്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല. അപ്പം നമ്മൾ ചെക്ക് കിട്ടി നമ്മളത് ബാങ്കിലേക്ക് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ എവിടെ രേഖപ്പെടുത്തും? ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തും. അതായത് ആ ചെക്കിലുള്ള അത്രയും തുക നമുക്ക് കിട്ടാനുള്ളതല്ലേ. അപ്പം നമ്മൾ എന്നു പറഞ്ഞാൽ രേഖപ്പെടുത്തുന്നത് ക്യാഷ് ബുക്കിൽ ബാലൻസ് അത്രയും തുക കിട്ടാനുള്ളതുകൊണ്ട് നമ്മുടെ ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ് എന്ത് ചെയ്യും? അത്രയും തുകയ്ക്ക് ഇൻക്രീസ് ചെയ്യും അല്ലേ. നമുക്ക് ചെക്ക് കിട്ടി നമ്മളത് ബാങ്കിലേക്ക് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ക്യാഷ് ബുക്കിൽ അത് രേഖപ്പെടുത്തും. പക്ഷേ ഈ ചെക്കിലെ തുക കളക്ട് ചെയ്ത് വരാൻ കുറച്ച് സമയമെടുക്കും. അതായത് ചിലപ്പോൾ 1-2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും തുക കളക്ട് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത്. അപ്പോൾ മാത്രമേ പാസ്ബുക്കിൽ അവരത് റെക്കോർഡ് ചെയ്യുകയുള്ളൂ. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പിൽ ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് പാസ്ബുക്കിൻ്റെ ബാലൻസിനേക്കാൾ കൂടുതലായിരിക്കും. ക്ലിയർ? നെക്സ്റ്റ്, ഡയറക്റ്റ് ഡെബിറ്റ്സ് മെയ്ഡ് ബൈ ദി ബാങ്ക് ഓൺ ബിഹാഫ് ഓഫ് ദി കസ്റ്റമേഴ്സ്. സേവനങ്ങൾക്ക് ഉപഭോക്താക്കളിൽ നിന്നും ബാങ്ക് ചാർജുകൾ ഈടാക്കുമ്പോൾ, അതായത് ചെക്ക് കളക്ഷൻ ചാർജ്, അതുപോലെ തന്നെ ഇൻസിഡൻ്റൽ ചാർജസ്, ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ്, നമ്മൾ ഓവർ ഡ്രാഫ്റ്റ് എടുക്കുന്നതിന് പലിശ ഈടാക്കുന്നത്, ഇത്തരം ചാർജുകൾ ബാങ്ക് ബിസിനസ് ഓർഗനൈസേഷൻ്റെ പക്കൽ നിന്നും ഈടാക്കുമ്പോൾ, അപ്പം ബാങ്കാണ് ഈടാക്കുന്നത്. അതായത് അപ്പം ബിസിനസ് ഓർഗനൈസേഷൻ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടല്ലോ, അവരെന്ത് ചെയ്യും? അപ്പം തന്നെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അത്രയും തുക അങ്ങ് പിടിക്കും.
അതായത് നമ്മുടെ പാസ്ബുക്ക് ബാലൻസ് അത്രയും തുകയ്ക്ക് എന്ത് ചെയ്യും, കുറയും. നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഈടാക്കുന്ന തുകയാണല്ലോ, അപ്പം നമ്മുടെ പാസ്ബുക്ക് ബാലൻസ് അത്രയും തുകയ്ക്ക് കുറയും. ഈ വിവരം നമ്മൾ അറിയുന്നുണ്ടോ? ഇല്ല. അതായത് ബാങ്ക് ഈ വിവരം നമ്മളെ അറിയിക്കാത്തടത്തോളം കാലം, ബാങ്കിൽ നിന്ന് ഇൻറ്റിമേഷൻ കിട്ടാത്തടത്തോളം കാലം നമ്മളിത് നമ്മുടെ ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തുന്നില്ല. അതായത് ബാങ്കിൽ നിന്നും നമുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കിട്ടുമ്പോൾ മാത്രമേ നമ്മൾ ഈ വിവരം അറിയുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പിൽ പാസ്ബുക്കിന്റെ ബാലൻസ് എന്ന് പറയുന്നത് ക്യാഷ് ബുക്കിന്റെ ബാലൻസിനേക്കാൾ കുറവായിരിക്കും. ക്ലിയർ? നെക്സ്റ്റ്, എമൗണ്ട് ഡയറക്ട്ലി ഡെപ്പോസിറ്റഡ് ഇൻ ദി ബാങ്ക് അക്കൗണ്ട്. അതായത് ഉപഭോക്താവിന്റെ അക്കൗണ്ടിലേക്ക് നേരിട്ടുള്ള നിക്ഷേപം. അതായത് ബിസിനസ്സിന് പൈസ തരാനുള്ള കസ്റ്റമേഴ്സോ അല്ലെങ്കിൽ ഡെറ്റേഴ്സോ അവരെന്ത് ചെയ്യുന്നു, ക്യാഷ് നമ്മുടെ കയ്യിലേക്ക് തരുന്നതിന് പകരം അവർ നേരിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക്, ബിസിനസ് ഓർഗനൈസേഷന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാണ്. നമ്മുടെ കയ്യിൽ തരാതെ നേരിട്ട് ആ പണം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ ഇടുകയാണ്. അപ്പം എന്ത് സംഭവിക്കും, നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നു, ബാങ്ക് അക്കൗണ്ടിൽ വന്നു. അപ്പം തന്നെ ബാങ്കുകാർ അത് അവിടെ റെക്കോർഡ് ചെയ്യും, പാസ്ബുക്കിൽ റെക്കോർഡ് ചെയ്യും. അതായത് പാസ്ബുക്കിന്റെ ബാലൻസ് അത്രയും തുകയ്ക്ക് ഇൻക്രീസ് ചെയ്യും. ഈ വിവരം നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതായത് കസ്റ്റമർ നേരിട്ട് ബാങ്കിലേക്കാണല്ലോ പൈസ അടച്ചിരിക്കുന്നത്. അപ്പം ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കിട്ടുമ്പോഴാണ് നമ്മൾ ഈ വിവരം അറിയുകയുള്ളൂ. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പിൽ പാസ്ബുക്കിന്റെ ബാലൻസ് ക്യാഷ് ബുക്കിന്റെ ബാലൻസിനേക്കാൾ കൂടി നിൽക്കും. ശരിയല്ലേ? നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻസ് കളക്റ്റഡ് ബൈ ദി ബാങ്ക്. അതായത് ബാങ്കുകൾ ശേഖരിച്ച പലിശയും ഡിവിഡൻറ്റും. പലപ്പോഴും ബാങ്ക് ബിസിനസ് ഓർഗനൈസേഷന് വേണ്ടി അല്ലെങ്കിൽ ബാങ്ക് അവരുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ്, ഡിവിഡൻറ്റ് ഇവയൊക്കെ കളക്ട് ചെയ്യാറുണ്ട്. ഇതൊക്കെ കളക്ട് ചെയ്യുന്ന ജോലി ബാങ്ക് ഏറ്റെടുക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ കളക്ട് ചെയ്ത് അവരെന്ത് ചെയ്യും, നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. ബാങ്ക് ആണല്ലോ, അതായത് നമുക്ക് കിട്ടാനുള്ള ഇൻട്രസ്റ്റും ഡിവിഡൻറ്റും ഒക്കെയാണ്, ബിസിനസ് ഓർഗനൈസേഷന് കിട്ടാനുള്ള തുകയാണ് ഇതൊക്കെ ബിസിനസ് ഓർഗനൈസേഷന് വേണ്ടി ആരാണ് കളക്ട് ചെയ്യുന്നത്? ബാങ്ക് കളക്ട് ചെയ്യുന്നതാണ്. അപ്പം ബാങ്ക് കളക്ട് ചെയ്യുമ്പോൾ, അതായത് ബാങ്കിന്റെ കയ്യിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം വരും. അപ്പോൾ തന്നെ പാസ്ബുക്ക് ബാലൻസ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഇപ്പം ബാങ്ക് ആണല്ലോ കളക്ട് ചെയ്യുന്നത്, അപ്പം ബാങ്ക് അക്കൗണ്ടിൽ വരുന്നു, അതുകൊണ്ട് പാസ്ബുക്കിന്റെ ബാലൻസ് ഇൻക്രീസ് ചെയ്യും. പക്ഷേ ഈ വിവരം നമ്മൾ അറിയുന്നില്ല. അതായത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കിട്ടിക്കഴിയുമ്പോഴേ നമ്മൾ വിവരം അറിയുള്ളൂ, ഈ ബിസിനസ് ഓർഗനൈസേഷൻ വിവരം അറിയുള്ളൂ. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പിൽ പാസ്ബുക്കിന്റെ ബാലൻസ് എന്ന് പറയുന്നത് ക്യാഷ് ബുക്കിന്റെ ബാലൻസിനേക്കാൾ കൂടിയായിരിക്കും നിൽക്കുന്നത്. അതായത് രണ്ടിൻ്റെയും ബാലൻസുകൾ തമ്മിൽ വ്യത്യാസമുണ്ടാകും. നെക്സ്റ്റ്, ഡയറക്റ്റ് പേയ്മെന്റ്സ് മെയ്ഡ് ബൈ ദി ബാങ്ക് ഓൺ ബിഹാഫ് ഓഫ് ദി കസ്റ്റമർ. അതായത് ഉപഭോക്താവിന് വേണ്ടി ബാങ്കുകൾ നേരിട്ട് പണം അടച്ചെന്നാൽ കസ്റ്റമർക്ക് വേണ്ടിയിട്ട്, അതായത് ബിസിനസ് ഓർഗനൈസേഷന് വേണ്ടിയിട്ട് ബാങ്ക് പേയ്മെന്റുകൾ നടത്തുന്നു. മനസ്സിലായില്ലേ? അതായത് ബിസിനസ് ഓർഗനൈസേഷന് വേണ്ടിയിട്ട് അവർക്ക് ബിസിനസ് ഓർഗനൈസേഷൻ അടയ്ക്കേണ്ട ടെലിഫോൺ ബില്ലുകൾ, അല്ലെങ്കിൽ റെന്റ്, ഇൻഷുറൻസ് പ്രീമിയം, ടാക്സ്, ഇതൊക്കെ നമുക്ക് ബാങ്ക് അക്കൗണ്ട് വഴി അടയ്ക്കാമല്ലോ. അപ്പം ഉപഭോക്താവായ കസ്റ്റമറായ ബിസിനസ് ഓർഗനൈസേഷന് വേണ്ടിയിട്ട് ഇത്തരം പേയ്മെന്റുകളൊക്കെ ബാങ്ക് നടത്തുകയാണെങ്കിൽ, അപ്പം ബാങ്ക് നടത്തുമ്പോൾ പേയ്മെന്റ് നടത്തുമ്പോൾ തന്നെ ബാങ്ക് അത് എന്ത് ചെയ്യും, പാസ്ബുക്കിൽ റെക്കോർഡ് ചെയ്യും. അതായത് ഇതൊക്കെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ വാടക കൊടുക്കുമ്പോൾ ടാക്സ് അടയ്ക്കുമ്പോഴൊക്കെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പണം കുറയുകയല്ലേ ചെയ്യുന്നത്. അപ്പം നമ്മുടെ പാസ്ബുക്ക് ബാലൻസ് അത്രയും തുകയ്ക്ക് എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും, അല്ലേ, കുറയും. ഈ വിവരം നമ്മൾ അറിയുന്നുണ്ടോ? ഇല്ല. അതായത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ പാസ്ബുക്ക് കിട്ടിക്കഴിയുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ വിവരം അറിയുകയുള്ളൂ. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പിൽ ക്യാഷ് ബുക്ക് ബാലൻസും പാസ്ബുക്ക് ബാലൻസും തമ്മിൽ വ്യത്യാസം വരും. അതായത് പാസ്ബുക്കിന്റെ ബാലൻസ് ക്യാഷ് ബുക്കിന്റെ ബാലൻസിനേക്കാൾ കുറവായിരിക്കും. ക്ലിയർ? നെക്സ്റ്റ്, ചെക്സ് ഡെപ്പോസിറ്റഡ് ഓർ ബിൽസ് ഡിസ്കൗണ്ടഡ് ഡിസോണേഡ്. അതായത് നിക്ഷേപിച്ച ചെക്കുകൾ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ചെയ്ത ബില്ലുകൾ എന്നിവ നിരാകരിക്കപ്പെടുമ്പോൾ, ഡിസോണറായി പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഉപഭോക്താവ് നിക്ഷേപിച്ച ചെക്കുകൾ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ചെയ്ത ബില്ലുകൾ കാലാവധി ദിനത്തിൽ നിരാകരിക്കപ്പെടുമ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ തുല്യമായ തുക ഡെബിറ്റ് ചെയ്യുന്നു. എന്നാൽ ബാങ്കിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് കിട്ടാത്തിടത്തോളം ഈ ഇടപാടുകൾ ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തുന്നുമില്ല. ആ ഒരു ടൈം ഗ്യാപ്പിൽ
പാസ്ബുക്ക് ബാലൻസ് എന്ന് പറയുന്നത് ക്യാഷ് ബുക്ക് ബാലൻസിനേക്കാൾ കുറവായിരിക്കും. അതായത് നമ്മൾ കൊടുത്ത ചെക്കോ അല്ലെങ്കിൽ ബില്ലോ ഡിസോണർ ആയി പോകുമ്പോൾ, അല്ലെങ്കിൽ അക്കൗണ്ടിൽ പണം ഇല്ലാതെ വരുമ്പോഴാണല്ലോ അത് ഡിസോണർ ആയി പോകുന്നത്. അങ്ങനെ ഡിസോണർ ആയി പോകുമ്പോൾ ബാങ്ക് അത് അപ്പം തന്നെ എന്ത് ചെയ്യും? പാസ്ബുക്കിൽ ആ തുക കുറയ്ക്കും അല്ലേ? അതായത് പാസ്ബുക്ക് ബാലൻസ് റെഡ്യൂസ് ചെയ്യും. ഈ വിവരം ബിസിനസ് ഓർഗനൈസേഷൻ അറിയുന്നില്ല. അപ്പോൾ ക്യാഷ് ബുക്കിൽ അത് റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പിൽ പാസ്ബുക്ക് ബാലൻസ് ക്യാഷ് ബുക്ക് ബാലൻസിനേക്കാൾ കുറവായിരിക്കും. ഇത്രയുമാണ് ടൈമിംഗ് ഡിഫറൻസ് മൂലമുണ്ടാകുന്ന കാരണങ്ങൾ. നെക്സ്റ്റ്, ഡിഫറൻസസ് കോസ്ഡ് ബൈ എറേഴ്സ്, അതായത് പിഴവുകൾ മൂലമുള്ള വ്യത്യാസങ്ങളാണ്. അതായത് ബാങ്കിന്റെ ഭാഗത്തു നിന്നോ ബിസിനസിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്ന പിഴവുകൾ ക്യാഷ് ബുക്കിന്റെയും പാസ്ബുക്കിന്റെയും ബാലൻസുകളിൽ വ്യത്യാസമുണ്ടാക്കുന്നു. അതിൽ എറേഴ്സ് കമ്മിറ്റഡ് ഇൻ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ബൈ ദി ഫേം, അതായത് സ്ഥാപനം ഇടപാടുകൾ രേഖപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന പിഴവുകൾ. ഫേം ട്രാൻസാക്ഷൻസ് ഫേമിന്റെ ബുക്കിൽ ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന തെറ്റുകൾ എന്തൊക്കെയായിരിക്കും? അതായത് ബാങ്കുകളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഇടപാടുകൾ, ഉദാഹരണമായി ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുക, ചെക്ക് പേ ചെയ്യുക, ഇവയൊക്കെ രേഖപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന രേഖപ്പെടുത്തുമ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യാനായിട്ട് ഒമിഷൻ വിട്ടുപോകുമ്പോൾ, അല്ലെങ്കിൽ തെറ്റായി ടോട്ടൽ ചെയ്യുമ്പോൾ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന പിഴവുകൾ കൊണ്ടുണ്ടാകുന്ന എററുകളാണ് എന്തെന്ന് പറയുന്നത്? എറേഴ്സ് കമ്മിറ്റഡ് ഇൻ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ബൈ ദി ഫേം എന്ന് പറയുന്നത്. അപ്പോൾ ഒമിഷൻ ഓർ റോങ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു ചെക്ക് ഇഷ്യൂഡ്, ചെക്ക് ഡെപ്പോസിറ്റഡ് ആൻഡ് റോങ് ടോട്ടലിംഗ് എക്സെട്ര കമ്മിറ്റഡ് ബൈ ദി ഫേം while recording entries in the cash book cause difference between cash book and passbook balance. അങ്ങനെ ഫേമിന്റെ ഭാഗത്തു നിന്നും. ഇനി അല്ലെങ്കിൽ എറേഴ്സ് കമ്മിറ്റഡ് ഇൻ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ബൈ ദി ബാങ്ക്, ബാങ്ക് ഇടപാടുകൾ രേഖപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന പിഴവുകൾ മൂലവും ആകാം. ഒമിഷൻ ഓർ റോങ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു ചെക്ക് ഡെപ്പോസിറ്റഡ് ആൻഡ് റോങ് ടോട്ടലിംഗ് എക്സെട്ര, അതായത് ഇത്തരത്തിൽ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ബാങ്ക് അത് ടോട്ടൽ ചെയ്യുമ്പോഴോ ഇതൊക്കെ റെക്കോർഡ് ചെയ്യുമ്പോഴുള്ള സമയത്തോ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോവുകയോ അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ ടോട്ടൽ ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോഴുണ്ടാകുന്ന പിഴവുകൾ കൊണ്ടാണ് എറേഴ്സ് കമ്മിറ്റഡ് ഇൻ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ബൈ ദി ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലും ക്യാഷ് ബുക്കിന്റെ ബാലൻസും പാസ്ബുക്കിന്റെ ബാലൻസും തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഇതൊക്കെയാണ് മെയിനായിട്ടും ക്യാഷ് ബുക്ക് ബാലൻസും പാസ്ബുക്ക് ബാലൻസും തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ. അപ്പം ഇത്രയുമാണ് തിയറി പാർട്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യേണ്ടത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.